ഡ്രിഫ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു ഡ്രിഫ്റ്റ് കാർ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഓഫ് റോഡ് വണ്ടിനെ നമ്മളൊരു അടിപൊളി ഡ്രിഫ്റ്റ് കാറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടയറിൻ്റെ വീതി എടുത്തു. ഏകദേശം 3.5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതിനുശേഷം 3.5 ഇഞ്ചിൻ്റെ PVC പൈപ്പിലാണ് കേട്ടോ നമ്മൾ ഡ്രിഫ്റ്റ് വീൽ സെറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇതുപോലുള്ള കുറേ അടിപൊളി സാധനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ലക്കിലി നമ്മുടെ PVC പൈപ്പ് നമ്മുടെ ടയറൊക്കെ കയറ്റി ഇടുമ്പോഴത്തേക്കും കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ശരിക്കും മുറിച്ച് നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വന്നേനെ. ഇതുകൊണ്ട് പണി ഭയങ്കര എളുപ്പമായി. അങ്ങനെ നമ്മുടെ ഡ്രിഫ്റ്റ് ടയറിൻ്റെ 4 പീസ് റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ 4 സൈഡും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതുപോലെ തന്നെ സാൻഡ് ചെയ്തൊന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ 4 പീസസ്. ഇനിയിപ്പോൾ നമുക്കിത് ടയറിലേക്ക് കയറ്റിയിടണം. നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് നടന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഓഫ് റോഡ് വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് 4 വീൽ ഡ്രൈവ് ആണ്. എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ ഫ്രണ്ട് വീലിനെ ഫ്രീ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ നോക്കിയപ്പോഴത്തേക്കിനും 4 വീൽ ഡ്രൈവ് വരുന്ന ഡ്രിഫ്റ്റ് കാർസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ 4 വീൽ ഡ്രൈവ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുകയാണ്. പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അറിയാം. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബയോയിൽ ലിങ്ക് ഉണ്ട് കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലതായിട്ട് ഡ്രിഫ്റ്റ് ആയിട്ടാണ് വണ്ടി വരുന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുറകെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.